പണ്ട് നമ്മുടെ ഒരു ബന്ധു മുതിരപ്പുഴയാറ്റിൽ പായൽ പറിക്കാൻ പോയി. പായൽ പറിക്കാൻ പോയി വലിയ കൊക്കയാണ്, പാറയുടെ കൊക്ക. ബോട്ട് കല്ലെന്ന് പറഞ്ഞൊരു കല്ലുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് വലിയ കൊക്ക. ആ കൊക്കയിലോട്ട് പായൽ പറിക്കാൻ പോയതാണ്. പായൽ പറിച്ച് ചെന്നപ്പോഴത്തേന് തെന്നി അങ്ങ് താഴോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ പാറയിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരുന്നു. അതിലെ വന്ന ഒരു ചേട്ടൻ ആ പുള്ളിക്കാരിനെ പിടിച്ച് കരയ്ക്ക് കയറ്റിയിട്ട് വീട്ടിൽ വന്ന് അപ്പൻ കണ്ണ് ഭയങ്കര വഴക്ക്. ഇനി അലക്കാനൊന്നും പോകണ്ടെന്നും പറഞ്ഞു. പായൽ പറിക്കാൻ പോയാ കളിക്കാനേ. അത് വലിയ കൊക്കയാണ്. മുതിരപ്പുഴയാറല്ലേ ഹൈ റേഞ്ചിൽ, മറ്റേ ചിത്തിരപുരം ഗ്രാമപഞ്ചായത്തിൽ പവർ ഹൗസിൻ്റെ പുറകിൽ വലിയൊരു മാവൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ആ മാവേലെ മാമ്പഴം എന്നാ ടേസ്റ്റാണെന്നറിയാം, ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പിലുണ്ട് ആ മാമ്പഴം. വലിയൊരു പവർ ഹൗസിൻ്റെ നേരെ പൊക്കത്തിൽ. അതുപോലെ തന്നെ വലിയൊരു കലം. അന്നൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നല്ലോ. ആ പൈപ്പിൻ്റെ അടിയിൽ കൊണ്ടപ്പോൾ അമ്മ കലം വെച്ച് വെള്ളത്തിന് വന്നപ്പോഴത്തേന് വൈകിട്ടായ പിറ്റേ ദിവസം നേരം കലവും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. ആൺപിള്ളേർ അത് എടുത്തുകൊണ്ട് പോകും. പിന്നെ ഒരു തരത്തിൽ പിന്നെ അമ്മ എന്നെ ഇലയിൽ വെച്ചോണ്ടാണ് വെള്ളത്തിന് പോകാമെന്നൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നത്. പിന്നെ ഒരു പിയ്യാത്തുമ്മയുണ്ടായിരുന്നേ, കല്ലടി വളവേ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പിയ്യാത്തുമ്മ. നമുക്ക് മോരൊക്കെ ഇഷ്ടംപോലെ തരുമായിരുന്നു. ആ പിയ്യാത്തുമ്മ വലിയ കാര്യമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ പിയ്യാത്തുമ്മ. പണ്ട് ചെറുപ്പത്തിലേ അവരവിടെ നിന്ന് നീട്ടി വിളിക്കും, രാജീവേ മോരെടുത്ത് വെച്ചിട്ടുണ്ടേ എന്നൊക്കെ. ഞങ്ങളവിടെ അലക്കാൻ ഒരു തോട്ടിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ കല്ലടിവള ഇങ്ങോട്ടൊരു വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എൻ്റെ കോട്ട ആ വെള്ളച്ചാട്ടത്തിൽ കൂടി അങ്ങോട്ട് ഒഴുകിപ്പോയപ്പോൾ ആ കല്ലടിവളം ജോയിച്ചേട്ടൻ്റെ അനിയനാണ് ആ കോട്ടയെടുത്ത് താഴെ ഞങ്ങളെ എടുത്തുകൊണ്ട് വന്നത്. അവരുടെ വീടിന് അങ്ങോട്ട് കയറുമ്പോൾ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടി അങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കല്ലടിവളം ഇങ്ങോട്ട് വരുമ്പോൾ വലിയൊരു ഇല്ലിക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലിക്കൂട്ടമുണ്ട്. പിന്നെ ആ പൈപ്പ് ലൈൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി തരുന്നു. പിന്നെ അവിടെ പവർ ഹൗസിൽ ചായക്കടയൊക്കെ ഉണ്ട്, ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുക. അതുപോലെ തന്നെ കല്ലടി വളവിനൊരു ട്രാൻസ്പോർട്ട് കോട്ടയത്തിനുണ്ടായിരുന്നു. കല്ലടി വളവിലും കൂടി കുഞ്ചിത്തണ്ണി കല്ലടി വളവ്. അത് ഞങ്ങളുടെ വല്യമ്മ വരാൻ വേണ്ടി ആ ട്രാൻസ്പോർട്ട് കുറേ നേരം അവിടെ ഇട്ടുകൊണ്ട് കിടന്നതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കും.